ഫയൽ കണ്ടില്ലേ? ഇല്ല ഏട്ടാ. മേശപ്പുറത്ത് നോക്കി നീ? മേശപ്പുറത്ത് എല്ലാ സ്ഥലത്തും നോക്കി. നീ ഏത് മേശപ്പുറത്ത് നോക്കി? നമ്മുടെ മുറിയിലാണ്. ഏട്ടൻ വെച്ചെടുത്ത് തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ അടുക്കളയിലായിരുന്നു. ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോ അത് കാണുന്നില്ല ഏട്ടാ. ഞാൻ അവിടെ നോക്കി, അവിടെ ഒന്നും കാണാനില്ല. ഞാൻ അവിടെ നന്നായിട്ട് നോക്കിയായിരുന്നു. നീ നോക്കി, എല്ലാ സ്ഥലത്തും നോക്കി. അവിടെയൊക്കെ നോക്കി. ആ കൊച്ചിനെ ദത്തെടുക്കാനുള്ള പേപ്പറുകളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നില്ലേ? പാസിൽ വന്നാ കൊടുക്കാൻ പറഞ്ഞ അവിടെ വെച്ചതാ. ജമന്തിര എടുത്ത് കൊടുത്താ അതിപ്പോ വന്നു കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കനകനെ ഫോൺ ചെയ്ത് പേപ്പർ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ പേപ്പർ അല്ലടാ, ആ കൊച്ചിനെ ദത്തെടുക്കാൻ വേണ്ടി ഒരുപാട് പേപ്പറുകളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അതാണ് കാണാൻ. അതാ ഞാൻ വെച്ച് ന്യൂസ് പേപ്പറാ. അത് രാവിലെ ഞാൻ വായിച്ചിട്ട് ഇവിടെ ഇട്ടിരുന്നത്. അതല്ലേ നോക്കി അവിടെ. അതിപ്പോ എങ്ങനെ പുറത്തു പോണത്? ഞാൻ എങ്ങോട്ടും എടുത്ത് മാറ്റിയില്ല. നിന്റെ കണ്ണു മുന്നിൽ വെച്ചല്ലേ അവിടെ വെച്ചത് ഫയലും ആ മേശപ്പുറത്ത്? ഏട്ടൻ വെച്ചെടുത്ത് തന്നെയാണ് അതിരുന്നത്. ഞാൻ ഇവിടെ വെച്ചില്ല. നീ വേറെ എല്ലായിടത്തും നോക്ക്. ഒന്നാമത് ഈ ഫയലൊക്കെ മേശപ്പുറത്ത് വെച്ചാൽ അത് വല്ല കാറ്റത്ത് മറന്നുപോയില്ലേ? അത് പറന്നു പോകാൻ പറ്റിയ ചെറിയ കഷ്ണം പേപ്പർ അല്ല മാവാ. പലയിടത്തായിട്ട് കൊണ്ടുവന്ന ഒരു കെട്ട് പേപ്പർ ഉണ്ട്. ഒരു ഫയലാക്കി ഞാൻ മേശപ്പുറത്ത് വെച്ചതാ. എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു ഫാസ്റ്റ് എടുത്ത് കൊടുക്കാനായിട്ട്. ആ പേപ്പർ എങ്ങനെ പറഞ്ഞു പോരാ? നീ എങ്ങനെങ്കിലും പോയോ? ഞാൻ അടുക്കളയിലായിരുന്നു. അപ്പൊ നാത്തും വിളിക്കണ പോലെ തോന്നി. വിളിക്കണ പോലെ തോന്നിയാ? നീ വിളിച്ചവളെ? അതവൾക്ക് തോന്നിയതായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയായിരുന്നു. വേറെ എങ്ങും ഞാൻ പോയില്ല. അപ്പൊ നീ തിരിച്ചു വരുമ്പോ ഫയലില്ലേ? തിരിച്ചു വന്ന പിന്നെ ഞാൻ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോഴാ കാണാത്തത്. അമ്മ അവിടെ ഇല്ലായിരുന്നു. ഞാൻ ടൈലർ ഷോപ്പ് അല്ല, ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് വേറൊരു കാര്യത്തിന് വളത്തിന്റെ നോക്കാൻ വേണ്ടി പോയടാ നേരത്തെ. അതാ പറ്റിയത്. എടി ഇത് എവിടെ നിന്നൊക്കെ ഒപ്പിച്ചെന്ന് അറിയാമോ? വില്ലേജ് ഓഫീസിൽ പോയാൽ വില്ലേജ് ഓഫീസർ കാണൂല. പിന്നെ വില്ലേജ് ഓഫീസർ വേറെ ദിവസം കാത്തിരിക്കണം. പിന്നെ ക്ലർക്ക് കാണൂല. പിന്നെ പ്യൂൺ കാണൂല. അവിടെ ഇറങ്ങി അടുത്ത സ്ഥലത്ത് പോകണം. പിന്നെ റേഷൻ കടയിൽ പോകണം. അങ്ങനെ 100 സ്ഥലത്ത്. പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു ഫയലാക്കി വെച്ചല്ലേ. ഒരു മാസം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം ഇതല്ല. ഇനി അതെല്ലാം കൂടെ വീട് ഉണ്ടാക്കാനും പറ്റില്ലെന്നേ. ഉണ്ടാക്കേണ്ട കാര്യമില്ല. നാളെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. ഞാൻ എന്ത് ചെയ്യുന്നു പറയാ? അതെ, വേറൊരു കാര്യം ഉണ്ടല്ലോ. ഇവിടെ എപ്പോഴും ഇത് തന്നെ വാതിലും തുറന്നു കിട്ടേക്കും. വല്ല കള്ളന്മാര് കയറിയിട്ടുണ്ടാവും. എനിക്കൊരു കൂട്ടിട്ട് അപ്പുറത്ത് പോണേ എന്തിനാ പൂട്ടണത്? എടാ അങ്ങനെ പുറത്തുനിന്ന് ഇപ്പൊ ആരും വരാനല്ലോ. ഞങ്ങൾ പോയാലും ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. അല്ല ഞങ്ങൾ അമ്മാവിന്റെ ഉദ്ദേശം എന്താണ്? വ്യക്തമാക്കിയാ മതി. എന്താണ് അമ്മ ഉദ്ദേശിച്ചത്? ഇവിടെ വേറെ ആളുണ്ടായിരുന്നു പറഞ്ഞാൽ ഇവിടെ ഞാനും തങ്കോ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അല്ലേ? അത് തങ്കത്തിന് വിട്. അമ്മാവ് എന്നെ തന്നെ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അങ്ങനെയും വിശ്വസിക്കാതെ അത് തന്നെ അമ്മ ഉദ്ദേശിച്ചത് അത് എനിക്ക് മനസ്സിലായി. മറണി അതെ, ഏത് വെളിച്ചപ്പാട് വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞാലോ എന്ത് കാണാതെ പോയാലും എന്നെ തന്നെ അങ്ങ് സംശയിച്ചോളണം. ഇതൊന്നും നല്ലതല്ല കേട്ടോ. നിന്നെ എങ്ങനെ സംശയിക്കാണ്ടിരിക്കുക? അമ്മാവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അമ്മ ഇവിടെ നിന്ന് എന്തിനു പോയി? അമ്മാവൻ പോയാലോ? എടാ ഇല്ലാത്ത കഥ പറഞ്ഞ് ഒരാള് സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കണം. അല്ല പറയണോളെ, എനിക്കത് പറഞ്ഞ ഒരു കാരണം ആവശ്യമില്ലാതെ ഒരു ആരോപണമാണ് എന്റെ മണ്ടയ്ക്ക് ഇപ്പൊ വെച്ചേക്കണത്. അമ്മാവ് എപ്പോഴും ഉള്ള ഒരു പരിപാടിയാണ്. ഒരാള് എന്നാലും ഒരാളെ പറ്റി ഇങ്ങനെ പറയരുത് കേട്ടാ. മനസ്സിൽ തോന്നാം. ഞാൻ വിചാരിക്കാത്തൊരു കാര്യമാണ് ഇപ്പൊ അമ്മാവൻ പറഞ്ഞേക്കണത് കേട്ടാ. ഒരാള് വിശ്വസിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞാലും അയാളങ്ങ് മതിയളിയാ അവിട്ടത്തേക്കാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കുള്ള യോഗം എഴുതിയാൽ മതി. അതെ, ആരും വിശ്വസിക്കരുത്. ഒരുത്തൻ കാല് പിടിച്ച് പറയുന്നത് എടുത്തിട്ടില്ല എന്നാലും നിങ്ങൾ ആരും വിശ്വസിക്കരുത്. പേപ്പർ എല്ലാം ഉണ്ടെന്ന് അറിയാനേ വീട്ടിൽ പരിശോധിക്കാൻ കൊണ്ടുപോയതാ. അവനവിടെ അകത്ത് വിശ്രമിക്കുക. ചിലപ്പോൾ നന്നാവും.